അയ്യോ, പോയി. ഇന്ന് എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായി. 10:30 എണീറ്റപ്പം. ഇനി എനിക്ക് കുറച്ച് സമയമുള്ളൂ. ഇനി പെട്ടെന്ന് വർക്കൗട്ട് ചെയ്തിട്ട് വർക്കിന് പോകണം. ഇപ്പം ഞാനെടുക്കുന്ന വീഡിയോസിന് ഇപ്പം എന്തായാലും ഇതൊരു എന്താ പറയുക, ഒരു പരീക്ഷണം പോലെ ഞാൻ ചെയ്യുന്നതാണ്. എന്താ വർക്കാവുന്നതെന്ന് എനിക്കറിയത്തില്ല. സോ അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. ഇനി ഒരു 2 മാസത്തേക്കിനൊക്കെ എന്തായാലും ഇങ്ങനത്തെ ഒരു നോർമൽ ടൈപ്പ് ഓഫ് വീഡിയോസ് തന്നെയായിരിക്കും വരുന്നത്. ഈ വെതറെല്ലാം ശരിയായി വരണം. ഒരു ഏപ്രിൽ മാസം കഴിയും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വ്ളോഗ് ടൈപ്പ് വീഡിയോസ് ചെയ്യുന്നത് തന്നെ എൻ്റെ ഒരു വീഡിയോസ് ഇടാനുള്ളൊരു മടി തന്നെ മാറ്റാൻ വേണ്ടിയാണ്. ഭാവിയിൽ നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള വ്ളോഗുകളൊക്കെ എൻ്റെ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കുക. ഞാൻ വർക്കിന് വന്ന് തുടങ്ങുമായിരുന്നു. അപ്പം ഇതുണ്ട്, ടയറിൻ്റെ ഇടയ്ക്ക് പായൽ പറ്റി പിടിച്ചിരിക്കുന്നത്. ഞാൻ കാട്ടിക്കൂടെയൊക്കെ പോയപ്പം പറ്റിയാന്ന് തോന്നുന്നു. അത് സൈക്കിള് ഫുള്ള് ചെളിയായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ രാവിലെ മഴ പെയ്തപ്പോൾ ഞാൻ മഴയത്തോണ്ട് വെച്ചപ്പോൾ അത്യാവശ്യം കുറച്ച് ചെളിയെല്ലാം പോയി. നാളെ രാവിലെ എല്ലാം ഒന്ന് കഴുകണം. ആ സ്കൈ നോക്കി നല്ല രസമില്ലേ? എൻ്റെ മൈക്കില്ല. സോ ആസ് യൂഷ്വൽ വർക്കിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് റെയിൻ കോട്ടൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങി. പക്ഷേ ഇപ്പോൾ വലിയ മഴയൊന്നുമില്ല. മെയിൻ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഡ് ഗാർഡ് എടുത്തില്ല. അപ്പോൾ ഇങ്ങനെ വെള്ളം വരുമ്പോൾ സീനാണ്. ഞാൻ പോകുന്ന വഴിയാണ്. എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു ഇതുണ്ട്. ഇതിപ്പോൾ നെതർലാൻഡ്സ് ആട്ടോ. ഫുള്ള് ഇങ്ങനത്തെ കുറേ പഴയ ബിൽഡിങ്സാണ് ഇവിടെ. ഈ നെതർലാൻഡ്സിൻ്റെ വീട് കാണാൻ പ്രത്യേക ഭംഗിയാണ്. ഇതുകൊണ്ട് അവനിപ്പോൾ വേലിയും പൊട്ടിച്ച് ചാടിയതവൻ. ഞാനപ്പോൾ സൈക്കിളിൽ ഇങ്ങോട്ട് വന്നിട്ടിരുന്ന് പറഞ്ഞു ദെയർസ് എ ബുൾ അപ്പ് ദെയർ റൈറ്റ് എന്ന് ഒരു പുള്ളിയോട് പറഞ്ഞു നെതർലാൻഡ്സുകാരൻ. അപ്പോൾ അവൻ വേലിയും പൊട്ടിച്ച് ചാടി അവിടെ നിന്ന് മെയ്തവും പുല്ലൊന്നും ഇട്ടിരിക്കുക. നമുക്കൊന്നും നോക്കിയിരിക്കാൻ സമയമില്ല, വർക്കിന് പോകണം. സോ ഞാൻ വർക്കിന് കയറിയേക്കാണ്. ഞാൻ ഈ വണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ആമസോണിൻ്റെ തന്നെ ഗായ്സ്, ഇന്നത്തെ പണി കഴിഞ്ഞു. തിരിച്ച് വീട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം നോർമലി ഞാൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിളിൻ്റെ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യും. വീട്ടിൽ നിന്ന് രാവിലെ ഫുൾ ചാർജ് ചെയ്യും. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട്
ഇവിടെ ഒന്നുകൂടെ ചാർജ് ചെയ്യും. എന്നാലേ നമുക്ക് വലിയ മടുപ്പ് കൂടാണ്ട് തിരിച്ച് വീട്ടിലോട്ട് എത്താൻ പറ്റുള്ളൂ. അതേ കാണുന്നതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ പുറകിൽ കുറേ ലൈറ്റ് കാണുന്നില്ല അവിടെ. അതൊക്കെ ഓരോരോ ഫാമാട്ടോ ഇവിടുത്തെ. ചെറിയ ചെറിയ ഫാംസാണ് ഇവിടുത്തെ എല്ലാം. സോ ഗൈസ്, നമ്മളിതേ തിരിച്ച് എത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എന്തോ പറയാൻ വേണ്ടിയാണല്ലോ ഇപ്പോൾ വീഡിയോ നോക്കിയേ, മറന്നുപോയി. എന്തു പറയാ, വിജനമായി കിടക്കുന്ന ജർമ്മൻ തെരുവോരങ്ങൾ. പകലായാലും ഇതൊക്കെ തന്നെ അവസ്ഥ. ഇവിടുത്തെ പോപ്പുലേഷൻ കുറവായതുകൊണ്ടാണോ അതോ ഇവിടുത്തെ ആൾക്കാരിൽ എങ്ങോട്ടേലും വീട്ടിൽ കയറിയിരിക്കുന്നുണ്ടോ ഉണ്ടോ? നേരെ അവിടെ കാണുന്ന കടയില്ലേ, അവിടെയാണ് ഞാൻ പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ പിസ്സ ക്യാബ്, ഇവിടെ ഡെലിവറി തന്നെയായിരുന്നു. പക്ഷേ ഇവന്മാർ ഭയങ്കര ഉടായ്പാ. 7 യൂറോ തരുള്ളൂ ഒരു മണിക്കൂറിന്. ഇന്നത്തെ വ്ളോഗിൽ പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നുമില്ല. ഒന്നെങ്കിൽ ഈ വ്ളോഗ് എടുക്കുന്ന ആൾക്കാർക്ക് നന്നായിട്ട് സംസാരിക്കാനാണ്, അല്ലെങ്കിൽ വ്ളോഗിൽ എന്തെങ്കിലും കണ്ടൻറ്റ് വേണം. പക്ഷേ എന്തിരുന്നാലും ഈ വ്ളോഗ് ഞാനിടും. എന്താകുമെന്ന് നോക്കണമല്ലോ. ഇത് ഒരിക്കലും ഇവിടെ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പാടില്ല കേട്ടോ. കേട്ടല്ലോ, ഞാൻ ക്രോസ് ചെയ്യുന്നത് പോലീസ് മാമൻ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. അവർ കണ്ടു കഴിഞ്ഞാൽ നല്ല ഫൈൻ കിട്ടും. ഇതാണ് നമ്മുടെ വീട്. നമ്മുടെ അല്ല, ഈ മലയാളികളുടെ വീട്. നമ്മുടെ ബാക്കിൽ താമസിക്കുന്നത്. അയ്യോ, ഡേയ് ഏവനുള്ളൂ ലേറ്റ്. ബ്രോ പറയാം. കുരുമുളക് പൊടി ഇല്ലല്ലോ എവിടെ? എന്നെ നിങ്ങൾ വന്നേ ചോദിക്കട്ടെ. എടി നീ തുടങ്ങി യൂട്യൂബ് ചാനല്. എന്നെ ആർക്കും മൈൻഡില്ല. നീ തുടങ്ങി ക്ലിക്കാവും. ഉണ്ട്, വേണ്ട, ചുമ്മാ പറഞ്ഞ. കുരുമുളക് പൊടി ഇല്ലാണ്ട് എങ്ങനെ ചിക്കൻ ഉണ്ടാക്കാം? ആ ചിക്കൻ മസാല മേടിച്ചില്ല, അതെന്തേ? ചിക്കൻ മസാലയോ? ഏത് ടെൻറ്റിൽ? അതിൻ്റെ അകത്ത് എന്തുട്ടാ ഇപ്പൊ ചെയ്യണ്ടേ? ഇതാണോ? ഇനി വീഡിയോ പോയി. ഈ വീഡിയോ പോയി. എന്നെ നമ്മുടെ ഫുൾ ഇങ്ങനെയല്ലേ? എങ്ങനെ? നമ്മുടെ 360 ആ ക്യാമറ കാണാമായിരുന്നു.
ആരുടെ കാലിലൂടെ വെച്ചാലും ഇവിടെ ക്യാമറ ഉണ്ടെന്ന് പോലും അറിയത്തില്ല. എവിടുന്ന് വേണമെങ്കിലും പിന്നെ എഡിറ്റ് എടുക്കാൻ പറ്റും. ഡെയിലി വ്ളോഗിന് ആ ക്യാമറയുടെ ആയിരുന്നു ആവശ്യം. ക്യാമറ എവിടെ ഇരിപ്പുണ്ടെന്നാണ് ആർക്കും മനസ്സിലായത്. കൊഞ്ചം എനിക്ക് വന്നു ആ ക്യാമറയുടെ ഒരു ഇതങ്ങ് പോയി. ഏത് ഒരു ചമ്മല്. നാളെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ മോളെന്ന് പറയും. പക്ഷെ ഇത് ഇടരുത്, കാരണം ഇതെല്ലാം ഞാനിടും. ഇത് വീട്ടിൽ വേറെ ആരുടെ ഉള്ളതിലാണല്ലോ നീ ചെറുതന്നെ മറ്റേ ഒച്ച പറഞ്ഞ് സംസാരിക്കുന്നത്. ഞാൻ വീഡിയോ കട്ടാക്കി കളയും കേട്ടോ. നീ എന്നിങ്ങനെ കട്ടാക്കുക നീ വീഡിയോ? ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ആക്കി കളയും. ഫോണിൽ നീ യൂട്യൂബിൽ കാണുമ്പോൾ ഫോണും കട്ടാക്കിയാൽ മതി, ഒരു കത്രി എടുത്ത്. പോണോ? പോലെ കുറച്ച് എൻ്റർടൈൻമെൻ്റായി വരുമായിരുന്നു. ഇങ്ങ വാടി, ഇങ്ങ വാ. So that's it. ഇനി വേറൊരു വ്ളോഗായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.